الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് ഇനി സൂറത്ത് യൂനുസിലെ 83, 84 രണ്ട് സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما آمن لموسى إلا ذرية من قومه على خوف من فرعون وملئهم أن يفتنهم. وإن فرعون لعال في الأرض وإنه لمن المسرفين. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. ഫമാ ആമന ലിമൂസ, എന്നിട്ട് മൂസ അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചില്ല. ഇല്ലാ ദുർരിയത്തുൻ മിൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്നുള്ള ഏതാനും ചെറുപ്പക്കാരല്ലാതെ. അലാ ഖൗഫിൻ മിൻ ഫിർഔന, ഫിർഔനിനെ പേടിച്ചുകൊണ്ടും. വ മലഇഹിം, അവിടുത്തെ അവരിലെ പ്രമാണിമാരെയും. അൻ യഫ്തിനഹും, അവൻ തങ്ങളെ മർദ്ദിക്കുമോ എന്ന്. വ ഇന്ന ഫിർഔന, തീർച്ചയായും ഫിർഔൻ ലആലിം ഫിൽ അർളി, ഭൂമിയിൽ വളരെ പൊങ്ങിയവനാണ്, ഉദ്ധതനാണ്, അഹങ്കാരത്തോടുകൂടി വലുപ്പം നടിച്ചവനാണ്. വ ഇന്നഹു ലമിനൽ മുസ്രിഫീൻ, അതോടൊപ്പം അവൻ പരിധി ലംഘിച്ചവനുമാണ്. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫഅലൈഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഫഅലൈഹി തവക്കലൂ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവൻ്റെ മേൽ ഏൽപ്പിക്കണം. ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. ഫമാ ആമന മൂസ, മൂസ അലൈഹിസ്സലാമയിൽ വിശ്വസിച്ചില്ല. ഇല്ലാ ദുർരിയത്തുൻ, ഏതാനും യുവാക്കളല്ലാതെ, ചെറുപ്പക്കാരല്ലാതെ. മിൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്ന്. അലാ ഖൗഫിൻ മിൻ ഫിർഔന, ഫിർഔനിനെ പേടിച്ചുകൊണ്ടാണത്, അല്ലെങ്കിൽ ഫിർഔനിനെ പേടിക്കുന്നവരായ അവസ്ഥയിൽ തന്നെ ഏതാനും യുവാക്കളല്ലാതെ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. വ മലഇഹിം, അയാളുടെ പ്രമാണിമാരെയും. അൻ യഫ്തിനഹും, അയാൾ അവരെ മർദ്ദിക്കുമോ എന്ന്, ഫിത്നയിലാക്കാൻ, ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക എന്ന് ഭയന്നുകൊണ്ടാണ് അല്പം പേരെങ്കിലും വിശ്വസിച്ചത്. അവർക്ക് ഭയമുള്ളതോടൊപ്പമാണ് അവർ വിശ്വസിച്ചത്. വ ഇന്ന ഫിർഔന ലആലിൻ, തീർച്ചയായും ഫിർഔൻ ലആലിൻ, ഉദ്ധതനാണ്, അല്ലെങ്കിൽ വലുപ്പമുള്ളവനാണ്, വലുപ്പം നടിക്കുന്നവനാണ്, പൊങ്ങിയവനാണ്. ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ അർത്ഥമാവില്ലല്ലോ അവിടെ. ഫിർഔൻ ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ, ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഒരു ആദരണീയത നൽകുന്ന ഒരാൾക്കാണ് നമ്മൾ പറയാം. ഇവിടെ അതല്ല, ഉയർന്ന വാക്കിൻ്റെ അർത്ഥം ഉയർന്നവൻ തന്നെയാണ്, പക്ഷെ അഹങ്കാരത്തോടു കൂടി ആ വലുപ്പം കാണിക്കുന്നവനാണ്. ഫിൽ അർളി, ഭൂമിയിൽ, അല്ലെങ്കിൽ അയാളുടെ രാജ്യത്ത് എന്നും പറയാം, ഫിൽ അർളി. വ ഇന്നഹു ലമിനൽ മുസ്രിഫീൻ, അയാൾ അതിര് ലംഘിച്ചവനാണ്. വഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഫഅലൈഹി തവക്കലൂ, അവൻ്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും, ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. വിശ്വസിച്ച് കുറച്ച് ആൾക്കാർ, മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ആളുകൾ ബനു ഇസ്രായേൽക്കാർ, അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമയിൽ നിന്ന് ഇങ്ങനെ വന്നവരാണല്ലോ. അവർക്ക് അടിസ്ഥാനപരമായ വിശ്വാസമുണ്ട്.
അള്ളാഹുവിലും പ്രവാചകനിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദൗത്യവുമായി ചെല്ലുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് പ്രയാസം. കാരണം അവർ ബനി ഇസ്രായേൽക്കാർ കിബുത്തികളോട് ഫിർഔനിൻ്റെ ആൾക്കാരോട് കൂടി രാജിയായി ജീവിക്കുന്നിടത്തോളം ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി മൂസാ നബി അലൈഹി സ്വലാമയും ഹാറൂൺ നബി അലൈഹി സ്വലാമയും ഓതി കേൾപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളുടെ കൂടെ നിന്നാൽ, അവരുടെ രണ്ടുപേരുടെയും അനുയായികളായി നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ അവിടെ മർദ്ദനമാണ്, പീഡനമാണ്, ഉപദ്രവമാണ്, അടിമകളാക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ അവിടെ കൊല്ലാൻ ഒരു മടിയില്ല, കൊന്നാൽ ചോദിക്കാനും ആളില്ല. അതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കേണ്ടി വന്നത്. കുട്ടിനെ കൊന്നാലും ആരും ചോദിക്കാമല്ലോ, വംശഹത്യ നടത്തുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമയിൽ വിശ്വസിച്ചില്ല മീൻ ഖൗമിഹി, തൻ്റെ ഇല്ലാ ദുരിയത്ത് എന്നാൽ സാധാരണ മക്കൾക്കാണ് പറയുക, പേരക്കുട്ടികൾ, മക്കളുടെ പരമ്പര, അതിനാണ് പറയുക. ഇവിടെ എന്താ ദുരിയത്ത് എന്ന് പറഞ്ഞത്? ഈ മക്കൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പിതാവിനും മാതാവിനെ സംബന്ധിച്ചോളം അവരുടെ മക്കളും അവരുടെ തലമുറകളും ഒക്കെ ആകുമ്പോൾ യുവാക്കളായിട്ട് ചെറുപ്പക്കാരായിട്ട് പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരായി പരിഗണിച്ചുകൊണ്ടാണ് ഇല്ലാ ദുരിയത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവരിൽ വിശ്വസിച്ചവർ ഒട്ടുമിക്ക ആളുകളും ചെറുപ്പക്കാരായിരിക്കും. പ്രായാധിക്യമുള്ള ആൾക്കാർ തുലോം വിരളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹം ദൗത്യവുമായി വന്നപ്പോൾ വിശ്വസിച്ചവർ ഒരാൾ മാത്രമേ അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ ആൾക്കാരുള്ളൂ, ബാക്കിയൊക്കെ ചെറുപ്പക്കാരാണ്. ഉമർ ഖത്താബ് 30കളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അബൂബക്കർ സിദ്ദീഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2 വയസ്സ് കുറവാണ്. ബാക്കി മുഴുവനും 20 മുതൽക്ക് 30 വരെ യുവത്വം ഉറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ 10 വയസ്സ് മുതൽക്ക് 30 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളും ചെറുപ്പക്കാരുമാണ് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നതിൽ ആദ്യം മുന്നോട്ട് വരുന്നത്. അതിനെന്താ കാരണം? അവർക്കെന്നും നിലവിലുള്ള സാമൂഹ്യ തിന്മകളോട് ഒരു അകൽച്ചയില്ല. ചെറുപ്പക്കാരാണ് അവരാണ് പ്രതികരിക്കാൻ രംഗത്തുണ്ടാവുക. ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെ പ്രതികരിക്കാൻ മുമ്പിലുണ്ട്. കാരണം പ്രായമുള്ളവർക്ക് അതിൻ്റെ ശാരീരികമായ മാനസികമായ കഴിവുകൾ കുറഞ്ഞിരിക്കും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ആ കാര്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ചെറുപ്പക്കാരാണ് സാമൂഹ്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ആദ്യമായി പൊരുതാൻ രംഗത്ത് വരിക. അതുതന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കുന്നത്. ആമന ബി എന്നും ആമന ലി എന്നും പ്രയോഗമുണ്ട്. ആമൻതു ബില്ലാ, അള്ളാഹുവിനെ വിശ്വസിച്ചു അല്ലേ. ഇവിടെ ആമന ലി മൂസാ നബി അലൈഹി സ്വലാമയിൽ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നാണെങ്കിലും ലി മൂസ എന്ന് പറയുമ്പോൾ അല്പം കൂടെ വ്യാപ്തി അതിന് കൂടും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അദ്ദേഹത്തെ അനുസരിക്കുവാനും അദ്ദേഹത്തെ നേതാവായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങൾ അപ്പോൾ സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനും സന്നദ്ധരായി എന്നൊരർത്ഥം ലി മൂസ എന്ന് പറയുമ്പോൾ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാ ദുരിയത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരല്ലാതെ. മീൻ ഖൗമിഹി, തൻ്റെ ജനതയിൽ നിന്ന്. അവിടെ താൻ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം അല്ല, ഫിർഔനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിർഔൻ്റെ ജനതയിൽ നിന്ന് ചില ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെ ആവാലോ അവിടെ. മീൻ ഖൗമിഹി, അയാളുടെ ജനതയിൽ നിന്ന്, അങ്ങനെ അർത്ഥം പറയാം. അല ഖൗഫിൻ മീൻ ഫിർഔനിനെ പേടിച്ചുകൊണ്ട്, അല ഖൗഫിൻ പേടിയോടെ, മീൻ ഫിർഔനിനെ. അത് നമുക്കറിയാലോ എന്താണ് ഫിറൗനെ പേടിക്കാനുള്ള കാരണമെന്ന്. അയാൾ അവിടുത്തെ രാജാവ് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ ദൈവമാണ്, എൻ്റെ കീഴിലാണ് ഇവിടുത്തെ പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന മട്ടിലാണ് അയാൾ അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെ അടിമകളാക്കി അവരെ അനുസരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അലാ ഖൗഫിൻ മിൻ ഫിറൗന വമലഇഹിം, അവരുടെ പ്രമാണിമാർ അറിഞ്ഞാലും തന്നെ ഭരണകർത്താക്കൾ മാത്രമല്ലല്ലോ ഉപദ്രവിക്കുക. ഭരണകർത്താക്കളുടെ കീഴിൽ എല്ലാ ഞാഞ്ഞുകൾക്കും വിഷം വെക്കുന്ന കാലമാണ്. അപ്പം നമുക്കറിയാലോ ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥ. അത് തന്നെ ഫിറൗൻ, ഈ ഫാഷിസ്റ്റുകളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. എല്ലാ ഞാഞ്ഞുകൾക്കും വിഷമുണ്ടാകും. എന്തൊക്കെ തമ്മാടിത്തങ്ങളാണ്, എന്തൊക്കെ അധർമ്മങ്ങളാണ്, എന്തൊക്കെ അസത്യങ്ങളാണ് വിളിച്ചു പറയുക, എങ്ങനെയൊക്കെയാണ് വിശ്വാസികളെ പീഡിപ്പിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് അയാളും അയാളുടെ കിങ്കരന്മാരും അല്ലെങ്കിൽ അയാളുടെ സ്വന്തക്കാരും അവിടുത്തെ പ്രമാണിമാരും. അയ്യഫ്തിനഹും, അയാൾ അവരെ മർദ്ദിക്കുമെന്ന്, ഫിത്നയിലകപ്പെടുത്തുക എന്നാൽ ഇവിടെ മർദ്ദനവും പീഡനവും ഉപദ്രവമാണ് ഫിത്ന എന്ന് പറഞ്ഞത്. അങ്ങനെ പേടിച്ചുകൊണ്ടാണ് വിശ്വസിച്ചവർ തന്നെ വിശ്വസിച്ചിട്ടുള്ളത്. ഇന്ന ഫിർഔന, തീർച്ചയായും ഫിർഔൻ
ലആലിൻ ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി വലുപ്പം നടിച്ചവനാണ്, അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്നവനാണ്. അലായഅലുവന, ഉയരുക, പൊങ്ങുക എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കതിന് ഉന്നതനാണെന്ന് അർത്ഥം പറയാൻ അത്രയൊരു സുഖകരമായ പദപ്രയോഗമല്ല ഇവിടെ ഫിർഔനെ സംബന്ധിച്ചാകുമ്പോൾ. അതുകൊണ്ടാണ് അയാൾ ഉദ്ധതനാണ്, അഹങ്കാരത്തോടു കൂടി വലുപ്പം നടിച്ചവനാണ്, വലിയവനായി അഭിനയിക്കുന്നവരാണെന്ന് പറഞ്ഞത്. വൈന്ന ഫിർഔന ലആലിൻ, ലആലിൻ, ആലിൻ എന്നാണ് വാക്ക്. അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് അവിടെ ചേർത്തതാണ് ഇന്നാന്നും ലാന്നും. നമുക്കറിയാലോ, ഇന്നാന്നും ലാന്നും ഒരു വാചകത്തിൽ എന്നാൽ തറപ്പിച്ച് പറയാം. ഇന്ന ഫിർഔന ലആലിൻ, തീർച്ചയായും ഫിർഔൻ ഏറ്റവും ഉന്നതനായി അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ പൊങ്ങിയവനായി നിലപാട് സ്വീകരിക്കുകയാണ്. ഫിൽ അർളി, രാജ്യത്ത്, അയാളുടെ രാജ്യത്ത്. ഇന്നഹു ലമിനൽ മുസ്രിഫിൻ, അയാൾ ഇസ്റാഫ്, ഓരോ കാര്യം എടുത്തു നോക്കിയാലും അമിതത്വം ചെയ്യുന്നതാണ്, ദുർവ്യയം ചെയ്യുന്നവനാണ്, ദുർനിലപാട് സ്വീകരിക്കുന്നവനാണ്, അല്ലെങ്കിൽ പരിധി ലംഘിക്കുന്നവനാണ്. വഖാല മൂസ ലി ഖൗമിഹി, മൂസ തൻ്റെ ജനതയോട്, വഖാല മൂസ പറഞ്ഞു, യാ ഖൗം, എൻ്റെ ജനങ്ങളെ, വിശ്വസിച്ചവരായ തൻ്റെ സഹപ്രവർത്തകരാകാൻ സന്നദ്ധരായവരോട് അദ്ദേഹം പറയുകയാണ്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇൻ കുൻതും ആമൻതും ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫഅലൈഹി തവക്കലൂ, നിങ്ങൾ അവനെ ഭരമേൽപ്പിക്കുക. ഈ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് നമ്മളും വളരെ ഗൗരവമായിട്ട് സ്വീകരിക്കേണ്ട. അൽഹംദുലില്ലാ, ഒട്ടുമിക്ക ആൾക്കാരും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ബാക്കിയൊക്കെ നമ്മൾ പറയാറുണ്ട്, വിശ്വാസികൾ വെറും വർത്തമാനമാകാൻ പാടില്ല. അള്ളാഹു ആണല്ലോ കാര്യങ്ങൾ നടത്തുന്നവൻ, അവനിൽ ഏൽപ്പിക്കുക. ഏതൊരു തീരുമാനമെടുത്താലും ഏതൊരു കാര്യം ആലോചിക്കുമ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ. സൂറത്തു തൗബയിൽ അവസാനത്തെ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. നമുക്കറിയാലോ ആ ദിക്ർ അത്രയും പ്രധാനപ്പെട്ട ദിക്റാണ്. അതിൽ തവക്കുലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഒക്കെ നമുക്ക് അറിയുന്ന സംഗതികളാണ്. ഒരുപാട് ദിക്റുകളുണ്ട് ആ അർത്ഥത്തിൽ വരുന്ന തവക്കുലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം ഈ ഫിർഔൻ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് അവിടുത്തെ അന്തരീക്ഷം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുസ്ലിമീൻ, മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവനാണ്. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, അഥവാ അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കുക. മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാനും ഇസ്ലാമും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.